ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ വൈഫ് കൊടുത്ത ആ ഒരു ഡ്രസ്സുമായിട്ട് പോയി അത് പെർഫ്യൂമാക്കി തിരിച്ചു കൊണ്ടുവന്നു. ആ ഒരു മണം, കൊല്ലം സുധി മരിച്ച സമയത്ത് ഡ്രസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്മെല്ല് കിട്ടണം എന്ന് അവർ ആവശ്യപ്പെട്ടതാണ് അവർ ചെയ്തു കൊടുത്തത്. സോഷ്യൽ മീഡിയ അന്ന് മുതൽ ലക്ഷ്മി നക്ഷത്രേനെ പിടിച്ച് എയറിലിട്ട് വറുത്തടിയാണ്. മനോരമ ന്യൂസിൽ ഇന്ന് ഒരു ആർട്ടിക്കിൾ കണ്ടു. ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇമോഷൻ വിറ്റ് ക്യാഷ് ആക്കേണ്ട കാര്യമില്ല. സുധിയുടെ ഭാര്യ, ഓക്കെ, കൊല്ലം സുധിയുടെ ഭാര്യ രേണു ഒരു ഇൻ്റർവ്യൂ കൊടുത്ത ടൈമിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് അടിയിൽ അസാധ്യമായ തെറിവിളി രേണുവിനെതിരെ എന്തായാലും കിട്ടുന്നുണ്ട്. ഞാൻ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി മരിച്ച ഒരു ടൈമിലൊക്കെ രേണുവിൻ്റെ വീഡിയോസ് വരുമ്പോൾ അതിനടിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അയ്യോ പാവം കുട്ടി, എല്ലാവരും ഈ കുട്ടിയെ സഹായിക്കണം, അങ്ങനെ ഇങ്ങനെ ഭാര്യ ഭയങ്കരമായിരുന്നു കേട്ടോ. ഇപ്പം നേരെ ഉൾട്ട, ഇല്ലാത്ത തെറിവിളിയും ചീത്തവിളിയൊന്നും രേണുവിനില്ല. ഓക്കെ, രേണു എന്തായാലും ആ കൊടുത്ത ഇൻ്റർവ്യൂ നമുക്കൊന്ന് നോക്കാം. അതിൽ കുറച്ചധികം വീടിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ഈ സൈബർ അറ്റാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഈ ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മഴവിൽ കേരളത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ഓരോ പോർഷൻ ഞാൻ അവിടെ വെക്കാം. പുതിയ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല എല്ലാ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എല്ലാം നല്ല വീട്. നമ്മൾ ഒരിക്കലും ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണ് KHDC ഫിറോസിക്കയുടെ നേതൃത്വത്തിലുള്ള അവര് ഉണ്ടാക്കി തരുന്നത്. ഭയങ്കര എന്തുവാ വീടിനെ പറ്റി പറയാൻ എനിക്ക് 100 നാക്കാം. അതിനകത്ത് സത്യം പറഞ്ഞാൽ empty ആയിട്ടുള്ള സൂചിച്ചേണ്ട ആ പ്രസൻസ് മാത്രമേ ഉള്ളൂ. സൂചിച്ചേണ്ട പ്രസൻസ്, പക്ഷെ സൂചിച്ചേണ്ട അവിടെ സൂചിച്ചേണ്ട ആള് എന്നുള്ള ആ രൂപം മാത്രമേ ഇല്ല, പക്ഷെ ആള് ആ ഫുള്ള് ആ വീട്ടിൽ ഫുള്ളും അത്രേ വലിയൊരു വീട്ടിൽ ഫുള്ള് സുധിച്ചേട്ടനാണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴേ സൂചിച്ചേട്ടൻ അവിടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ വീടിനെ പറ്റി ഒരുപാട് സന്തോഷം. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോഴായിരിക്കണം സൂചിച്ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞുള്ള വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായി. അപ്പൊ ആ വീടിന്റെ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് സുധിയുടെ വൈഫ് ഇവിടെ സംസാരിക്കുന്നത്. ഇനി ഇതിലെ കുറച്ച് കമന്റ്സ്, ഓക്കെ, കമന്റ് സെക്ഷനിലേക്ക് ഒന്ന് പോവാം. സ്നേഹ ഒന്ന് ഉറക്ക വായിക്കൂ. കമന്റ് സെക്ഷനിൽ ഞാനാണ് വേണ്ടത്. അതെ, പേര് വായിക്കണം. ഇത് പേര് വായിക്കണോ? വേണ്ട, കമന്റ് വെച്ചോ. ലോകത്ത് ഭർത്താവ് മരിച്ച ആദ്യത്തെ സ്ത്രീ എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ എനിക്ക് 25 വയസ്സ്, 2 പെൺകുട്ടികൾ. ആരും സഹായിക്കാനില്ലായിരുന്നു. മൂത്ത കുട്ടിക്ക് 2 വയസ്സ്, ഇളയ കുട്ടിക്ക് 7 മാസം. ഒറ്റമുറി വാടക വീട്. ഞാൻ 2ഉം 3ഉം വീടുകളിൽ വീട്ടുജോലി ചെയ്ത് മക്കളെ പഠിപ്പിച്ചു. 2 പേരും BSc നഴ്സുമാരാണ്. ചെറിയൊരു വീട് വെച്ച് 2 പേരും വിവാഹം കഴിച്ചയച്ചു. ഇപ്പോൾ എനിക്ക് 50 വയസ്സായി. ഇന്നും ഞാൻ വീട്ടുജോലിക്ക് പോകുന്നു. മക്കളെല്ലാം നോക്കുന്നുണ്ട്, എന്നാലും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ആരുടെ മുൻപിലും കൈ നീട്ടിയിട്ടില്ല. എന്നെക്കുറിച്ച് എനിക്കും എൻ്റെ മക്കൾക്കും അഭിമാനമാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഇന്ന് സന്തോഷമായി ജീവിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയേണ്ടത്? ഇവളെ പോലൊരു ഫ്രോഡ്. ഭർത്താവ് മരിച്ചിട്ട് മക്കളെ മുണ്ട് മുറുക്കി ഉടുത്ത് പഠിപ്പിക്കുന്ന ആയിരങ്ങൾ ഈ നാട്ടിലുണ്ട്. ഇവളെ പോലെ പള്ളിപ്പറമ്പിലും ഉത്സവത്തിനും പട്ടിഷോ കാണിക്കുകയും ചാനലിന് മുന്നിൽ ഇരുന്ന് ഇല്ലാത്ത സങ്കടം കാണിക്കാത്തവരുമായ അമ്മമാർ, അവരെ കുറിച്ച് വീഡിയോ ഇടുക, അവരെ സഹായിക്കുക, അല്ലാതെ. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ കമൻസ് ആണ് നിങ്ങൾക്ക് ഇതിനടിയിൽ മാക്സിമം കാണാൻ പറ്റുക. അതായത് ഒരു കംപ്ലീറ്റ് ഹെയ്റ്റ്. ഈവൻ കലാഭവൻ മണിയും മരിച്ചിട്ടുണ്ടായിരുന്നു, മണിച്ചേട്ടനും മകളും ഭാര്യ ഉണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ പോലെ ചാനലിൻ്റെ മുന്നിലൊന്നും വന്ന് കരച്ചിലോ പിടിച്ചിലോ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇത് അവസാനം ഏതൊരു എത്തി നോക്ക്. സുധിച്ചേട്ടൻ്റെ അണ്ടി, കൊല്ലം സുധിക്ക് പ്രണാമം എന്ന് പറഞ്ഞിട്ട ആളുകളാണ് ഇപ്പോൾ സുധിച്ചേട്ടൻ്റെ അണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇടുന്നത്. അതിന്റെ കമന്റ് സെക്ഷൻ നമുക്കറിയാലോ. ഇത് ഇത്ര പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫാമിലിക്ക് ലക്ഷ്മി നക്ഷത്രം എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലോ, കൊല്ലം സുധി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ വൈഫ് ഏതെങ്കിലും ഒരു ചാനലുകാർ പോകുന്ന സമയത്ത് ആ ചാനലിൻ്റെ മുന്നിൽ വീണ്ടും അവരുടെ ഇമോഷൻ പറയുന്നുണ്ടെങ്കിലോ, അത് അപ് ടു ദം. ഓക്കെ, അവരുടെ നഷ്ടം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ളതൊരു ജോലിയാണ്. വീടോ ബാക്കി ഈ ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉപരി ആ ഒരു ലേഡിക്ക് ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയാണ്. അത് ആ ചാനൽ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്തു കൊടുക്കണം നിർബന്ധം. കാരണം ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ആ വീട്ടിലുള്ള അവരുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, അതാര് നോക്കും? അതിനൊക്കെ ചോദ്യം ഉണ്ടല്ലോ. ലക്ഷ്മി നക്ഷത്ര ഒക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ലേഡി തന്നെ പറയുന്നുണ്ട്, രേണു തന്നെ പറയുന്നുണ്ട്. മുന്നോട്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ പറയുമ്പോൾ അവർ ചിലപ്പോൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം.
എന്താണെങ്കിലും അവർക്ക് ജോലി എന്ന് പറഞ്ഞൊരു കാര്യം അല്ലേ, ജോലിയാണ് അവർക്ക് മെയിനായിട്ട് കൊടുക്കേണ്ടതും. ഒരു ജോലി ഉണ്ടെങ്കിലാണ് അവർക്ക് കുടുംബം മുന്നോട്ട്, ഇപ്പോൾ വീടാണെങ്കിലും കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കൊരു ജോലി എന്താണെങ്കിലും നിർബന്ധമാണ്. അപ്പോൾ ആ ജോലി എന്ന് പറഞ്ഞ കാര്യം അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും മേടിച്ചു കൊടുക്കുക. പിന്നെ ഇവരുടെ ഇമോഷൻ ഇവർ ക്യാമറയും കൊണ്ടുപോകുമ്പോൾ ഇവരോട് പറയുന്നതല്ലേ. ഈ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ആ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, അല്ല ഇവർക്കും ഡിനൈ ചെയ്യാട്ടോ, ചോദിക്കുന്നവരും ഞാൻ കുറ്റം പറയില്ല. ക്യാമറയും കൊണ്ട് പോകുന്നവരെന്താണെങ്കിലും അവരുടെ ജോബിൻ്റെ ഭാഗമായിട്ട് അവർ ബൈറ്റ് എടുക്കാൻ പോകും. സുധീയുടെ ഫാമിലിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വരണ്ട എന്ന് പറയാം. ബട്ട് എനിക്ക് അവിടെ തോന്നുന്നു ഇപ്പോൾ ഒരു ബൈറ്റിന് പോയി കഴിഞ്ഞാൽ മേ ബി അതിൽ നിന്ന് അവർക്കൊരു റവന്യൂ പേയ്മെൻറ്റോ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പോൾ ഈ പോകുന്ന ചാനലുകാർ അവർക്ക് വല്ലതും പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതവർക്ക് എന്താണ് ഒരു ഇൻകം സോഴ്സാണ്. മേ ബി അങ്ങനെയാവാം, അങ്ങനെയും എനിക്ക് ചിന്തിക്കേണ്ട ഒരു സൈഡ് അതിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്നിട്ട് ഇവർക്ക് ഒരു പിരി ലൂസാണ്, ഇപ്പോഴും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് അവർ ആ ഒരു സങ്കടത്തിൽ നിന്ന് വിട്ടു പോരാത്തത് കൊണ്ടായിരിക്കും അവരിപ്പോഴും ആ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ലക്ഷ്മി നക്ഷത്രം ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ലക്ഷ്മി നക്ഷത്രം എയറിൽ, ഇവർ സങ്കടം പറയുന്നതുകൊണ്ട് ഇവർ എയറിൽ. എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ മാറിയ ഇങ്ങനെ കടന്നിരുന്ന സാധനം ഇങ്ങനെയായി. നാട്ടുകാരുടെ ചിന്താഗതി ഭയങ്കര വ്യത്യാസമാണ്. അതായത് സപ്പോർട്ട് ചെയ്യുന്നവർ നാളെ സപ്പോർട്ട് ചെയ്യില്ല, മറ്റന്നാളെ സപ്പോർട്ട് ചെയ്യും. അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതല്ല ഈ ഒരു കേസിന് ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു കേസിൽ ഇത് ഭയങ്കര ഈ ഒരു കേസ് മാത്രമല്ല, പൊതുവെ എങ്ങനത്തെ ഒരു കേസ് എങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം കൂടിയും രേണു ഇതിൽ പറയുന്നുണ്ട്. ഒരിക്കലും ആ ഇമോഷണൽ വിട്ടിട്ട് കാശാക്കേണ്ട കാര്യമില്ല ചിന്നുവിന്. കാരണം അത്യാവശ്യം നല്ലൊരു എന്താ പറയാ ആങ്കറാണ് കേരളത്തിലെ, അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പം ആ കുട്ടിക്ക് അങ്ങനെ ഇമോഷണൽ വിട്ടിട്ട് ഒരിക്കലും കാശ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഈ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ പറയുള്ളൂ, ഇവരൊക്കെ ഇരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങള്. ചില നല്ല മനുഷ്യരിങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഇതിനെപ്പറ്റി പറയുമ്പോ നമ്മൾ അവരോട് എന്നാ പറയാനാ, സത്യം പറഞ്ഞ ഒന്നും പറയാനില്ല. നിങ്ങൾ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കാനേ നമുക്ക്, കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവര് ചെയ്യാതിരിക്കത്തില്ല, അവര് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ല. അതുകൊണ്ട് ഒന്നും പറയില്ല. കാരണം കുറച്ചുപേരെങ്കിലും നമ്മളെ 75% നമ്മളെ അല്ലെങ്കിൽ ചിന്നുവിനെ മനസ്സിലാക്കുന്നവരുണ്ടല്ലോ, അത് മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കൂടെ എന്താ പറയാ, എത്ര തിരക്കാളിലും ഞാൻ എന്ന് വിഷമിച്ചൊരു വോയിസ് ഇട്ട് അന്നേരം അതിന് റിപ്ലൈ തരും, വിഷമിക്കണ്ട കേട്ടോ, ഞാനുണ്ട് കേട്ടോ. ആ ഒരു അങ്ങനെ ആ ഒരു ചിലപ്പോ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ആയിരിക്കും, ആ മെസ്സേജ് നമുക്ക് വരുത്തുന്ന ഒരു മനസ്സിന് വരുത്തുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം അത്രയും വലിയൊരു ആള്, ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നും കൂടെ സംസാരിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചിന്നുവിനെ കാണുന്ന സ്വന്തം സഹോദരിയെ പോലാണ്, അല്ല വലിയൊരു സെലിബ്രേറ്റ് ആയിട്ടില്ല. അത് ഇന്നും അങ്ങനെയാണ്, സുധിച്ചേട്ടനുള്ളപ്പോഴും സെയിം ആണ് ഞങ്ങള്. ആ ഒരു ഇതിലാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. സുധിച്ചേട്ടനുമായിട്ട് സ്റ്റാർ മാജിക്കിൽ ഒരു പ്രാവശ്യം കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോ ഞാൻ അകത്തോട്ട് കയറിയില്ല, ഞാൻ കാറിന്റെ അവിടെ നിന്ന് കുഞ്ഞുമായിട്ട് നിന്നപ്പം ലക്ഷ്മി അമ്മയും കൂടെ ചിന്നു അമ്മയും കൂടെ അവര് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഫ്ലോറിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഗ്രൂമിങ്ങിലായിരുന്നു. അപ്പൊ ആ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് അങ്ങ് വഴി ഞങ്ങള് സ്റ്റാർ മാജിക്കിന്റെ ആ ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയിലോട്ട് കയറിയിട്ടില്ല, വഴിയിൽ നിർത്തിയിട്ടേക്ക് ഞങ്ങളെ കാണാൻ, എന്നെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി അവിടുന്ന് നടന്ന് വന്ന് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടാണ് കുട്ടി പോയത്. അപ്പൊ ഇതാണ് ലക്ഷ്മി നക്ഷത്രയും ഈ പറഞ്ഞ രേണുവും ആ ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഒരു ബോണ്ട് എന്താന്നുള്ളത് അവര് കൃത്യമായിട്ട് എല്ലായിടത്തും പറയുന്നത്. ലക്ഷ്മി നക്ഷത്രം മാത്രമാണ് ഇപ്പോൾ അവരായിട്ട് ഒരു കണക്ഷനുള്ള ഒരാൾ എന്നൊക്കെയാണ് അവർ പറയുന്നത്. വേറെ ആരെങ്കിലും ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി അവരെ സഹായിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അവർ സഹായം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല. അപ്പം സിമ്പിളായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമുക്ക് എന്ത് പറയാം, നീ എന്തിനാ ഇനിയും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് സുധീൻ്റെ പേര് പറഞ്ഞ് ചോദിച്ചത് മതിയായില്ലേ, നിനക്ക് അങ്ങനെ ചോദിക്കാം. ഓക്കെ, ചോദിക്കണോണ്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് ചോദിക്കാം. പക്ഷെ അവർക്ക് ആവശ്യങ്ങളുണ്ടെങ്കിലോ, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടല്ലോ. പിന്നെ അവിടെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ആ ഫാമിലിയായിട്ട് അറ്റാച്ച് ആവാൻ കാരണം സുധി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു പ്രസൻസ് നമ്മളെത്രത്തോളം അല്ലെ ഗ്രാബ് എഴുതൂ എന്നുള്ളൊരു സംഗതിയുണ്ട്. സുധി എന്ന് പറഞ്ഞ വ്യക്തി ഓരോ റിയാലിറ്റി ഷോയിലാണെങ്കിലും ഒക്കെ ആ ഒരു കലാകാരന് കൊടുക്കുന്ന റെസ്പെക്റ്റ് കൊണ്ടാണ് ആ ഫാമിലിക്ക് ഇപ്പോഴും ആളുകളെ സഹായിക്കുന്നതും അവരെ എന്താ പറയുക ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ള രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇതിന് എന്താ പറയുക, ഇത് ഇങ്ങനെ ഇതെന്തിനു ഇവിടെ വരുന്നു, ഇവർക്ക് ഇതിന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, മതിയായില്ല ഇരക്കൽ, ഈ സംഗതികൾ പറഞ്ഞ് ലാസ്റ്റ് എന്താണെന്ന് അറിയുമോ, ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ചിലപ്പോൾ ഇവർക്ക് വരുന്ന സമയത്ത് ഇനി സഹായിക്കാൻ ആരും പോകാത്തൊരു രീതിയിലും കാര്യങ്ങൾ മാറും. ലക്ഷ്മി നക്ഷത്രത്തിന് ചിലപ്പോൾ ഒരു പോയിന്റിൽ തോന്നുകയാണ് അവർക്ക്
ഞാനിത് ചെയ്യുന്നത് ഓക്കെ ഓബിയസ്ലി അവർ ചെയ്യും ചെയ്യാതിരിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്കും തോന്നുകയാണെങ്കിൽ ഞാൻ എത്ര ബുള്ളിങ് അനുഭവിക്കേണ്ടി വരും ഇത് ചെയ്തിട്ട് എന്നുള്ളൊരു തോന്നൽ തോന്നിയാൽ പിന്നെ അതും കൊടുക്കാതെ അവർക്ക് കിട്ടാത്തൊരവസ്ഥ വരില്ല. ചില കാര്യങ്ങൾ ചില വീട്ടിലെ ആളുകൾ അവർ മാത്രമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ സുധീൻ്റെ കാര്യത്തിൽ സുധി മാത്രം ചിലപ്പോൾ ഹാൻഡിൽ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഫിനാൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. മേ ബി ആ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആൾ മരിക്കുന്ന സമയത്തും ഇപ്പം എനിക്കറിയുന്നിടത്തോളം അല്ലെങ്കിൽ ഞാൻ കേട്ടിടത്തോളം അങ്ങേര് ഭയങ്കര സൗണ്ടോ സ്റ്റേബിളായിട്ടുള്ള മനുഷ്യനൊന്നുമില്ല. അയാൾക്കും കുറേ ആഗ്രഹങ്ങളും ഫാമിലിക്ക് ഒരുപാട് മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നടന്നില്ല, ആള് പോയി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചാനൽ ഹെൽപ്പ് ചെയ്യുക, കൂടെയുള്ള ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഒരു ക്ലോസ് ഫ്രണ്ടിന് എന്തെങ്കിലും സംഭവിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ ചെയ്യും, അത്ര തന്നെ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട്, ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്നുണ്ട്. അവർ ചാനലുകാർ വരുന്നു, ചാനലുകാരുടെ മുന്നിൽ അവരവരുടെ വിഷമം വീണ്ടും പറയുന്നു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഇതിലിപ്പോൾ കടന്നു കയറിയിട്ട് ഇവളാരാണ്, ഇവക്ക് എന്തിനാണ്, ഇവള് മുതലെടുപ്പാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? ചെയ്യാതെ മിണ്ടാതിരിക്കുക. ഇത് ചെയ്യുന്നവരെയും കൂടി ഇത് നിങ്ങൾ ചെയ്യണ്ടെന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. അല്ല, ഇത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാ. കാരണം ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇൻട്രാക്ഷൻ കൂടിയിട്ട് ആ വീഡിയോ ഒന്നും കൂടിയും കയറിയിട്ട് ആ വീഡിയോയിലെ റവന്യൂ ചിലപ്പോൾ അവർക്ക് കിട്ടും. ഞാൻ പറയുമ്പോൾ കൊല്ലം സുധീൻ്റെ ഫാമിലി ചിലപ്പോൾ ഒരു വ്ളോഗ് തുടങ്ങിയിരിക്കും ബെറ്റർ. ഒരു യൂട്യൂബ് ചാനലോ വ്ളോഗോ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാനുള്ളവന്മാരൊക്കെ അവിടെ പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി ഇൻട്രാക്ഷൻ കൂടിക്കോളുമായിരുന്നു. എത്ര പെട്ടെന്ന് മാറി, ഞാനത് ആലോചിച്ച് നോക്കുന്നത്. കൊല്ലം സുധി എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ച സമയത്ത് എന്തായിരുന്നു എല്ലാവരും, ഇപ്പൊ എന്തെന്നാ ഇട്ട് കൂട്ടുന്നത്? ഇന്ന് ഇടുന്നൊരു രൂപ കൊടുക്കണ്ടോ ഇല്ല, സഹായിക്കണ്ടോ ഇല്ല, ഇടാൻ മുന്നില്ല. കൊള്ളാടേ.